ഗുഡ് മോർണിംഗ്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് വന്നിട്ട് ചായയൊക്കെ കുടിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ അതേ കുഞ്ചു കളിച്ചിട്ടിട്ടിരുന്ന കളിപ്പാട്ടം അത് ഈ മിഠായി മേടിക്കുമ്പോൾ കിട്ടില്ലേ, അതാണ്. അത് നിറയെ ഉണ്ട് ഇവിടെ. അതിങ്ങനെ അവിടെ ഇവിടെ കിടക്കും, പക്ഷെ എന്നാലും കാണുമ്പോൾ ഇനിയും വേണമെന്ന് പറയും. അപ്പോൾ ചായയൊക്കെ കുടിച്ചിട്ട് നേരെ നട്ട ചെടികളൊക്കെ എന്തായെന്നൊന്ന് നോക്കും. ആദ്യം ചെയ്യുന്ന പണി അതാണ് കേട്ടോ. പുതിയ ഫ്ലവേഴ്സ് വന്നിട്ടുണ്ടോ, ഇതൊക്കെ ഞാൻ ഇന്നലെ നട്ടുവെച്ചതാണ് കേട്ടോ. നമ്മുടെ റെയിൻ ലില്ലിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് റെയിൻ ലില്ലി. അപ്പോൾ അതൊക്കെ ഇന്നലെ സന്ധ്യ സമയത്ത് നട്ടുവെച്ചാണ്. ഇത് കുഞ്ചുവിൻ്റെ സെക്ഷനാണ് കേട്ടോ. ഇത് യെസ്റ്റർഡേ ടുഡേ ടുമാറോ, ഇത് ജസ്റ്റീഷ്യ, പിന്നെ ഒരു ബുഷ് ഓറഞ്ച്, പെട്രിയ, അങ്ങനത്തെ കുറച്ച് ചെടികളൊക്കെ ഞാൻ റിന്യൂസ് ഹോം ഗാർഡനിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ചെടികളായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ ഇന്നലെ ആണ് ഒന്നുകൊണ്ടൊന്ന് റിപ്പോർട്ട് ചെയ്ത് വെച്ചിരുന്നത്. അപ്പോൾ അതൊക്കെ എങ്ങനെ ഉണ്ടെന്നൊക്കെ നോക്കി. ഇനി കുറച്ച് നേരം നമുക്കൊന്ന് എക്സസൈസ് ചെയ്യണം. കാര്യം എനിക്ക് കൈക്ക് നല്ല വണ്ണം, കഴിക്കുന്നതൊക്കെ കയ്യിലോട്ടാണ് പോകുന്നതെന്ന് തോന്നുന്നു. എന്നെപ്പോലെ ചില ആൾക്കാരുണ്ടാവും കേട്ടോ അങ്ങനെ. എൻ്റെ ഫാമിലിയിൽ, അതായത് എൻ്റെ അമ്മയ്ക്കും അനിയത്തിക്കൊക്കെ ആ ഒരു പ്രശ്നമാണ്. കഴിക്കുന്നതെല്ലാം കയ്യിലോട്ട് പോകും. കൈക്ക് ഭയങ്കര വണ്ണം ആയതുകൊണ്ട് പൊതുവേ ഭയങ്കര വണ്ണം ഫീൽ ചെയ്യും. അപ്പോൾ കൈയുടെ വണ്ണവും വയറും ഒന്ന് കുറയ്ക്കണം എന്നൊരാഗ്രഹമുണ്ട്. പിന്നെ ഈ വീഡിയോയിൽ കാണുന്നത്രയും വണ്ണം എനിക്കില്ല. എനിക്കറിയില്ല എന്താണ് വീഡിയോയിൽ ഞാൻ ഓവറായിട്ട് വണ്ണത്തിലാണ് കാണുന്നത്. വണ്ണമുണ്ട്, പക്ഷെ എന്നാലും ഇത്രയും വണ്ണമില്ല. അപ്പോൾ അതേ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല ചക്ക വെച്ചിട്ടുണ്ടാക്കിയ ഒരു സൈസ് കൊഴുക്കട്ട പോലത്തെ ഒരു സാധനമാണ് കേട്ടോ. ഷുഗർ ഉണ്ട്, ഹെൽത്തി അല്ല. ഇപ്പോൾ ഡയറ്റൊക്കെ നോക്കുന്നുണ്ട്. പക്ഷേ ഈ ചക്കയുടെ സ്മെല്ല് വന്ന് എങ്ങനെ കഴിക്കേണ്ടിയിരിക്കും. നല്ല സോഫ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ചു. സാധാരണ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ, വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്ന് കുളിച്ചിട്ടൊക്കെയാണ് കഴിക്കുന്നത്. പക്ഷേ ഈ മണം എന്നെ ഘടാത് ആകർഷിച്ചു. അതുകൊണ്ട് കഴിപ്പ് കഴിഞ്ഞിട്ട് കുളിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുളിക്കാമെന്ന് പറഞ്ഞ് നിന്നപ്പോൾ അമ്മ ടാങ്കിൽ എന്തോ ലീക്കേജ് ഉണ്ട്, അതൊന്ന് പോയി നോക്കുമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഏണി വെച്ച് കയറി നോക്കുകയാണ് കേട്ടോ. അപ്പോൾ കുഞ്ചു ഉള്ള സമയത്ത് കുഞ്ചു ഭയങ്കര ശല്യമായിരിക്കും. അവന് മേളിൽ കയറണമെന്ന് പറഞ്ഞിട്ട്. കാര്യം കുഞ്ഞായതുകൊണ്ട് ഇത് ഇച്ചിരി എന്താ പറയുന്നത്, ഡേഞ്ചറസ് ആണ് ഈ കയറ്റം. സാധാരണ സ്റ്റെയർ ആണെങ്കിൽ കുഴപ്പമില്ല, ഏണി വെച്ച് കയറുമ്പോൾ കുറച്ച് പാടാണ്. അപ്പോൾ അവൻ ഞാൻ ഇറങ്ങിയിട്ട് കയറ്റാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ ഇരിക്കുകയാണ് കേട്ടോ. പകുതി ഒരാൾ കയറി, പിന്നെ ആൾക്കും പേടിയായിട്ട് പിന്നെ ഇറങ്ങി വന്നു താഴേക്ക്. ഇനി നമുക്ക് അച്ചാറിൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്കൊന്ന് പോകണം. അച്ചാറിൻ്റെ വീഡിയോസ് ഒന്നും ഇപ്പോൾ ഇടാറില്ല, ഉടനെ തന്നെ ഒക്കെ ഇടുന്നതായിരിക്കും. ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും